വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. LSS, USS പരീക്ഷാ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ LSS പരീക്ഷയുടെ റീവാലുവേഷൻ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ സ്കോളർഷിപ്പ് ലഭിക്കാത്ത LSS പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പുനർമൂല്യനിർണ്ണയം അതായത് റീവാലുവേഷൻ ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ പരീക്ഷ അതായത് സ്കോളർഷിപ്പ് പ്രതീക്ഷിച്ചതിന് ശേഷം വേണ്ട രീതിയിൽ അതായത് ഉദ്ദേശിച്ച രീതിയിൽ മാർക്ക് ലഭിക്കാതെ സ്കോളർഷിപ്പ് നഷ്ടപ്പെട്ടു പോയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള parikshabhavan.kerala.gov.in വെബ്സൈറ്റിൽ കയറിയിട്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുമെന്ന് കൂടി കാണിച്ചു തരാം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക. അതായത് ഇന്ന് 16/5/2025 മുതൽ 22/5/2025 ഉച്ചയ്ക്ക് 2 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അതായത് LSS പരീക്ഷ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുക. പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൺലൈൻ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കുക 22/5/2025 ഉച്ചയ്ക്ക് 2 മണിക്ക് ഉള്ളിൽ തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ അപേക്ഷ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ടും അതേപോലെ തന്നെ പരീക്ഷാ ഫീസും എടുത്ത് നിങ്ങൾ ഏത് സ്കൂളാണ് നിങ്ങൾ പഠിക്കുന്നത് ആ പഠിക്കുന്ന സ്കൂളിൽ നിങ്ങൾ HMൻ്റെ അടുത്ത് നിങ്ങൾ പരീക്ഷാ ഫീസും അതേപോലെ തന്നെ ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കൊടുക്കണം. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പുനർമൂല്യനിർണ്ണയത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ മാർക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് സ്കോളർഷിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ അതായത് റീവാലുവേഷന് ശേഷം വീണ്ടും സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫീസ് 200 രൂപ തിരിച്ച് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. എന്നാൽ പുനർമൂല്യനിർണ്ണയത്തിന് ശേഷം സ്കോളർഷിപ്പ് അതായത് മാർക്കിലൊരു മാറ്റവുമില്ലാത്ത വിദ്യാർത്ഥികളുടെ 200 രൂപ പിന്നെ തിരികെ ലഭിക്കില്ല. ഇക്കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പ്രതീക്ഷയുള്ള എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇപ്പോൾ തന്നെ അതായത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള BPEKerala.in എന്നുള്ള ഈ വെബ്സൈറ്റിൽ വന്ന് LSS എക്സാമിനേഷൻ 2024 റീവാലുവേഷൻ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ആ ഒരു ലിങ്ക് വഴി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതായത് നിങ്ങൾ LSS പരീക്ഷ എഴുതിയതിൻ്റെ രജിസ്റ്റർ നമ്പർ ഇവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിസൾട്ടിൻ്റെ ആ ഒരു പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ശേഷം നിങ്ങൾ ഈ ഒരു ഗെറ്റ് പ്രിൻ്റ് ഔട്ട് എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. ആ ഒരു ഗെറ്റ് പ്രിൻ്റ് ഔട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അതായത് ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആയതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് എടുത്തതിന് ശേഷം അത് മൊബൈൽ ഫോൺ ചെയ്തവരാണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ പുറമേ നിന്ന് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കുക. ഇനി ഔട്ട് സൈഡും ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ജസ്റ്റ് ആ ഒരു പ്രിൻ്റ് ഔട്ടും നേരത്തെ പറഞ്ഞ 200 രൂപയുമാണ് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ HMC നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രതീക്ഷയുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ രീതിയിൽ LSS റീവാലുവേഷന് വേണ്ടി അപേക്ഷ കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ LSS USS ഉൾപ്പെടെയുള്ള വിവിധ സ്കോളർഷിപ്പുകളുടെ എല്ലാ അപ്ഡേറ്റ്സുകൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.